കനത്ത ചൂടാണ്. വേനലിനെ അതിജീവിക്കുന്ന പലതരം രീതികളും മനുഷ്യരുമൊക്കെ നമുക്ക് ചുറ്റിലുമുണ്ട്. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ സ്വദേശികളായ MK റഷീദ് ഹാജിയും പൂവളപ്പിൽ ഇസ്മായിൽ ഹാജിയും ചേർന്ന് ഒരു നാടിനാകെ കുടിവെള്ളം എത്തിച്ച് മാതൃകയാകുകയാണ്. വേനലിലും മഴയത്തും ശുദ്ധജലം കിട്ടാക്കനിയായ ഒരു നാടാകെ കുടിവെള്ളം എത്തിച്ച് മാതൃകയാകുകയാണ് തൃക്കരിപ്പൂർ മേഖലയിലെ MK റഷീദ് ഹാജിയും പൂവളപ്പ് ഇസ്മായിൽ ഹാജിയും. കഴിഞ്ഞ 6 വർഷമായി പ്രതിഫലേച്ച കൂടാതെയാണ് ഇവരുടെ പ്രവർത്തനം. ഒരു ദിവസം പോലും മുടക്കം വരുത്തിയിട്ടില്ല. വേനലിൽ കിണറുകളും കുഴൽക്കിണറുകളും തോടും കുളവും അടക്കമുള്ള ജലസ്രോതസ്സുകളെല്ലാം വറ്റി വരളുന്നു. മഴയുണ്ടായാൽ പോലും ഇവിടെ കുടിവെള്ളം കിട്ടാറില്ല. നാട്ടുകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അവധൂതനെ പോലെ ടാങ്കിൽ വെള്ളം നിറച്ച് വണ്ടിയിൽ വീടുകൾക്ക് മുന്നിൽ എത്തിയതാണെന്ന് നാട്ടുകാർ ഓർത്തെടുക്കുന്നു. 6 വർഷമായി അതിനൊരു മുടക്കവും വരുത്തിയിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. 6 കൊല്ലമായി ഇവര് നമുക്ക് വെള്ളം കൊണ്ടു തരുന്നു. ഈ കല്യാണത്തിനായാലും വേറെ നമുക്ക് എന്ത് ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എല്ലാ പാത്രങ്ങളിലും വെള്ളം തരുന്നുണ്ട്. അതന്നെ ഒരു വലിയ പുണ്യകർമ്മമാണ് ഇവർ തരുന്നത്. രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ ഇവർ വീടുകളിലെത്തി കുടിവെള്ളം നൽകും. കുടങ്ങളും ബക്കറ്റുകളും ചെറിയ ബാരലുകളുമായി പാതയോരത്തും വീട്ടുമുറ്റത്തും കാത്തുനിൽക്കുന്ന വിവിധ പ്രദേശങ്ങളിലെ കുടുംബാംഗങ്ങൾക്ക് മഹാനുഗ്രഹമാണിത്. കാരണം വെച്ചാൽ ഒരു ദിവസം നമ്മൾ നിസ്കരിച്ചിട്ട് വരുന്ന സമയത്ത് 2-3 പെണ്ണുങ്ങൾ, പ്രായമുള്ള പെണ്ണുങ്ങൾ ടാപ്പിൻ്റെ അടുത്ത് നിൽക്കുന്നത് കണ്ട് അങ്ങനെ വെള്ളം നമ്മൾ അത് കണ്ടിട്ട് അവരോട് അന്വേഷിച്ചു പറഞ്ഞ വെള്ളം നമുക്ക് വെള്ളം കിട്ടാതെ കുറേ ദിവസമായി. അങ്ങനെ അത് കണ്ടതിന് ശേഷം നമ്മൾ വെള്ളം കൊടുക്കാൻ തുടങ്ങിയത്. പിന്നെ ആൾക്കാർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വന്ന് പൂൾപ്പായി, പിന്നെ വയലോടിയായി, പിന്നെ മധുരങ്കിയായി, പിന്നെ ഇടുമന്തലായി, പിന്നെ പൊനത്തിലായി, പിന്നെ ഇങ്ങനെ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടായിരുന്നു. ഇപ്പോൾ 17,000 ലിറ്ററോളം വെള്ളം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം മൂപ്പര് പറഞ്ഞു ഏതായാലും നമുക്കൊരു വണ്ടി വാങ്ങിയിട്ട്, എന്നുവെച്ചാൽ മുമ്പ് വണ്ടി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ശരിക്കും വെള്ളം കൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മൂപ്പര് ഒരു വണ്ടി വാങ്ങി. മൂപ്പറാണ് ഇതിൻ്റെ ഫുൾ ചിലവും കാര്യമെല്ലാം മൂപ്പറാണ്. അന്നേരം നമ്മൾ ഇങ്ങനെ എൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ട് മൂപ്പറാണ് കൂടുതൽ ചെയ്യുന്നത്. നമ്മൾ വണ്ടി വിഷമം നമ്മൾ നോമ്പായി കഴിഞ്ഞാൽ നമ്മൾ നോക്കല്ലേ എവിടെയാണ് കുടിവെള്ളത്തിന് വിഷമം അവിടെ നമ്മൾ ഓടിയെത്തും. അതേമാതിരി നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ ടാങ്കി വാങ്ങി വെച്ച് 7-8 ടാങ്കിയുണ്ട്. അന്നേരം ആവശ്യക്കാർ വന്ന ടാങ്കിയും വെള്ളവും നിറച്ചിട്ട് കൊടുക്കും. വെള്ളം ജമാലാജിക്ക വെള്ളം തരുന്നതുകൊണ്ടാണ്, എന്ന് വെച്ചാൽ വെള്ളം തരുന്നതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്. അന്നേരം മൈതാനിന്ന് ജമാലാജിക്കാവും, പിന്നെ ആയിട്ടിന്ന് റഷീദാജി ഇവരെല്ലാം വെള്ളം തന്ന് സഹകരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഭംഗിയായിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ രാവിലെ 6:30 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 12:30-1 മണി വരെ, ചിലപ്പോൾ 2 മണിയാവും. അങ്ങനെ എല്ലാവർക്കും വെള്ളം കൊടുത്തതിന് ശേഷം അമ്മ പോകും, ആരും മടക്കൂല. ശുദ്ധജലമില്ലാത്ത വയലോടി, ഉടുമ്പുന്തല, പൂവളപ്പ്, ഒളവറ, പുനത്തിൽ, മധുരങ്കെ തുടങ്ങിയ പ്രദേശങ്ങളിലെ 150-ൽ പരം കുടുംബങ്ങൾക്കാണ് 6 വർഷമായി മുടങ്ങാതെ വെള്ളം നൽകുന്നത്. ഓരോ പ്രദേശത്തും മാറി മാറിയുള്ള ദിവസങ്ങളിൽ കുടിവെള്ളം എത്തിക്കും. 17,000 മുതൽ 20,000 ലിറ്റർ വരെ വെള്ളമാണ് ഇവർ ഒരു ദിവസം വീടുകളിൽ എത്തിച്ചു നൽകുന്നത്. സമകാലിക മലയാളം, കാസർഗോഡ്.